കൊച്ചി എളമക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ യൂണിഫോം ഫണ്ടിൽ തിരിമറി നടത്തിയ സംഭവത്തിൽ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ. കഴിഞ്ഞ സാമ്പത്തിക വർഷം കേന്ദ്ര സർക്കാരിന്റെ യൂണിഫോം ഫണ്ട് ഉൾപ്പെടെ 8 ലക്ഷം രൂപ താൽക്കാലിക ജീവനക്കാരി തട്ടിയെടുത്തുവെന്നാണ് കേസ്. എളമക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ BPL വിഭാഗത്തിൽപ്പെട്ട 527 വിദ്യാർത്ഥികൾക്ക് യൂണിഫോം വാങ്ങാൻ അനുവദിച്ച SSK ഫണ്ടിൽ നിന്ന് 3,16,200 രൂപയടക്കം 8 ലക്ഷം രൂപ ക്രമക്കേട് നടത്തി താൽക്കാലിക ജീവനക്കാരെ തട്ടിയെടുത്തുവെന്നാണ് പരാതി. ഹയർ സെക്കൻഡറി പ്രിൻസിപ്പലിന്റെ അക്കൗണ്ടിൽ 2025 ഓഗസ്റ്റിൽ വന്ന SSK ഫണ്ട് വിനിയോഗിക്കാതെ കിടന്നു. ഈ വർഷം ജനുവരിയിൽ പ്രധാന അധ്യാപിക ചെക്കുമായി ബാങ്കിലെത്തിയപ്പോഴാണ് അക്കൗണ്ടിൽ പണമില്ലാത്ത വിവരം അറിയുന്നത്. തുടർന്നിവർ പോലീസിനെ അറിയിക്കുകയായിരുന്നു. എളമക്കര പോലീസിൽ പരാതി നൽകി. തുടർന്ന് പോലീസ് വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്യുകയായിരുന്നു. ഓഫീസിലെ താൽക്കാലിക ജീവനക്കാരി കഴിഞ്ഞ ഒക്ടോബർ മുതൽ ഡിസംബർ വരെ ചെക്കുകൾ മോഷ്ടിച്ച് പ്രിൻസിപ്പലിന്റെ വ്യാജ ഒപ്പിട്ട് പണം തട്ടിയെടുത്തെന്നാണ് പരാതി. അതേസമയം ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ താൽക്കാലികമായി ആരെയും ജോലിക്കെടുക്കാൻ നിയമമില്ല. അതിനാൽ സാമ്പത്തിക ക്രമക്കേടിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന കാര്യവും അന്വേഷിക്കേണ്ടതുണ്ട്. വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് ഒരു രക്ഷിതാവ് പരാതി നൽകിയപ്പോഴാണ് ക്രമക്കേട് പുറത്തായത്. ജനം, കൊച്ചി.